ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളുമായിട്ടുള്ള അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ എനിക്ക് ചെറിയ ഫീവറൊക്കെ അടിച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. എനിക്ക് ഈ പടത്തിന്റെ റെസ്പോൺസ് കേട്ടിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഇവനും ഷാമിനോട് ഒടുക്കത്തെ ഡാൻസ്. അക്ഷയൊക്കെ പ്രാക്ടീസ് ചെയ്താണ് കേട്ടോ ഡാൻസ്. അക്ഷയ് തയ്യാറായി നിൽക്കും ജാലക്കാരി, പക്ഷെ വിളിച്ചാലൊന്നും പോവാൻ പ്ലാൻ ചെയ്ത് വരുന്നല്ല. ഒരിക്കലും 20ാമത്തെ പടം ചെയ്യുമ്പോൾ ഷെയ്ഡിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ 25ാമത്തെ പടത്തിന് വരാം. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 25ാമത്തെ പടം ഒന്ന് ഉണ്ണി പറഞ്ഞിട്ട് ഞാൻ അറിയാം. നമ്മൾ ഇതിനകത്ത് പുത്തൂരിൽ ഓട്ടോ പിടിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തില്ല. കുറെ സ്ഥലത്ത് ക്യാമറ വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ചെക്കന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, ക്യാമറയും പിടിച്ചോണ്ട് ഇതുകൂടെ നടക്കില്ല. അവിടെ പോയി അതിനുവേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അൽഫോൺസേന്റെ കല്യാണം എങ്ങനെയും കാണണം, പരിചയപ്പെടണം, ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പറ്റണില്ല. കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പോയി നമ്മൾ വിളിച്ചിട്ടില്ല. നേരെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു. ഇടിപ്പടം എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇടിപ്പടങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പടങ്ങൾ കാണുന്ന ആൾ തന്നെയാണ്. ഇടിപ്പടത്തിലുപരി ഓരോ ഇടിക്കും അതിൻ്റെതായിട്ട് റീസൺ വരുമ്പോഴാണ് അത് വാലിഡ് ആവുന്നത്. അത് ഒരു നിയർലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയ ഒരാളെടുത്ത് എനിക്ക് പൊതുവെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇത് ഉണ്ണി ഫസ്റ്റ് ഡയറക്ടർ ഇത്രയധികം എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. പല എക്സ്പ്രഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ചിലത് കൂട്ടാൻ, ചിലത് കുറയ്ക്കാൻ, എല്ലാം വളരെ നല്ല രീതിയിൽ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഞാൻ ബിൽറ്റ ആൻഡ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഒരു സക്സസ്ഫുൾ ടീമാണ്. ഇപ്പോൾ തിയേറ്ററുകളിലൊക്കെ വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബൾട്ടി മൂവിയുടെ ടീമാണ് ദ ബൾട്ടി സ്റ്റാർസ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ഷോ. നിറഞ്ഞു നിൽക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൾട്ടിയുടെ സക്സസിനെ തുടർന്നുള്ള ഒരു സന്തോഷമായിരിക്കുമല്ലോ അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മൂവി. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ട്രെയിലർ ഒക്കെ ടൈം ചോദിച്ചു കൂടുതലും ഇടി, ലൈക്ക് കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടാവുമോ അങ്ങനത്തെ ഒരു, ഞാൻ അത്ര വയലൻസ് കാണുന്ന ഒരാളല്ല, എനിക്ക് കുറച്ച് പേടിയുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ ഈ മൂവിയിൽ നിങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈറ്റ് ഒക്കെ ആണെങ്കിലും ഭയങ്കര റോ ആണ്. എനിക്ക് എല്ലാ രീതിയിലും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഗ്ലോറിഫൈ ചെയ്ത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തോരം നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പ്രദീപ് ആ ടീമല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഗ്യാങ് ഉണ്ട്. യെസ്, ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കും. ഇപ്പൊ കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് ആ കഥാപാത്രം കൊടുത്തത്? കറക്റ്റ്. അതെ, എല്ലാവരും കഥാപാത്രത്തിൽ തന്നെയാണ്. സോ എനിക്ക് അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരുപാട് ലൈക്ക് എല്ലാം നമ്മൾ പകർത്തിയിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, കാരണം നല്ല മൂവിയാണ്. ആക്ച്വലി ഞാൻ ഈ മൂവി കണ്ട് ഇറങ്ങി ഇതിനെപ്പറ്റി ജസ്റ്റ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഉണ്ണിച്ചേട്ടന്റെ ഫസ്റ്റ് മൂവിയാണെന്ന്. ഹാൻഡ്സ് ഓഫ് മാൻ ഈ ഒരു മൂവി എടുത്തു എന്നൊക്കെ പറയുമ്പം ഞാൻ വിചാരിച്ച ഒരാളോ ഭയങ്കര ഒരു എന്താ പറയാ ലുക്ക് ആണെങ്കിലും ഭയങ്കര ഒരു വില്ലൻ ലൈക്ക് അങ്ങനത്തെ ഒരു വൈബായിരിക്കും. സീരിയസ് ആയിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഫസ്റ്റ് മൂവിയാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ കണ്ട് ഇവരുടെ അടുത്തൊക്കെ വൈബ് അടിച്ചിരുന്നപ്പോ പിന്നെയും ഞെട്ടി. അപ്പൊ ഉണ്ണിച്ചേട്ടൻ തുടങ്ങും. ഒരുപാട് സന്തോഷം. അതായത് ഇപ്പോ നമ്മള് പല സിനിമകളും സക്സസ് ആവുന്നു, അതിനുശേഷം നടക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ദൂരെ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അത് സ്വന്തം ടീമിന് സംഭവിക്കുന്നു. ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഉപരിയാണ് ജനങ്ങളെ സ്വീകരിച്ചതിൽ സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിപ്പടം എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇടിപ്പടങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പടങ്ങൾ കാണുന്ന ആൾ തന്നെയാണ്. ഇടിപ്പടത്തിലുപരി ഓരോ ഇടിക്കും അതിൻ്റെതായിട്ട് റീസൺ വരുമ്പോഴാണ് അത് വാലിഡ് ആവുന്നത്. ദെൻ അത് ഈ പറയുന്ന വയലൻസ് എന്നതിലുപരി അതിനൊക്കെ കാരണമായിട്ടുള്ള റീസൺ വെച്ച് നല്ല രീതിയിൽ അത് ജനങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ അത് തീർച്ചയായിട്ടും. കാരണം നമ്മള് ഈ മൂവി ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സെക്കൻഡ് ഹാഫ് ഫുൾ സ്പോർട്സ് തന്നെ ആയിരിക്കും പറയുന്നത്. ലൈക്ക് നമ്മൾ അങ്ങനെ തോന്നിക്കും, പക്ഷെ അങ്ങനെ അല്ല. നമ്മൾ അതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷെയ്ൻ 25th ഫിലിം അത് അല്ലേ, അതും ബൾട്ടി സ്റ്റാർ. What do you think now? എന്ത് തോന്നുന്നു ഷെയ്ൻ? വളരെ വളരെ സന്തോഷത്തിലാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളുമായിട്ടുള്ള അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ എനിക്ക് ചെറിയ ഫീവറൊക്കെ അടിച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ പടം റിലീസായി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന റെസ്പോൺസിൽ എനിക്കിതൊന്നും വിഷയമല്ല. അതായത് നമ്മൾക്ക് എല്ലാവരും പറയും ഹെൽത്തിലാണ് നമ്മളുടെ മൂഡ് ഡിസൈൻ ആവുന്നതല്ല. പക്ഷേ എനിക്ക് ഈ പടത്തിൻ്റെ റെസ്പോൺസ് കേട്ടിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. അതെ അതെ, അത്രയും ചാർജിലാണുള്ളത്.
ഐ മീൻ കണ്ട എല്ലാവർക്കും പ്രേക്ഷകരോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. അത്രയധികം റെസ്പോൺസുകൾ വരുന്നു. കാണുന്ന എല്ലായിടത്തും എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാനൊരു താങ്ക് യു ഇടുന്നുണ്ട്. ഞാനിപ്പോൾ അത് കാര്യം അത്രയും സന്തോഷമുണ്ട് ഈ സിനിമ അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന കാണുമ്പോൾ. കാര്യം എഫേർട്സ് എല്ലാ പടത്തിനും ഉണ്ട്, നമ്മുടെ പടത്തിനും അത്രയധികം എഫേർട്ട് ഉണ്ട്. അത് ജനങ്ങൾ പറയണ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൽ സന്തോഷം വന്നത്. നമ്മളിപ്പോൾ പറയുമ്പോൾ അല്ലേ അത് ആൾക്കാർ അത് വേറെ രീതിയിലായിരിക്കും കാണാതെ, പക്ഷെ ജനങ്ങൾ ഓരോരുത്തർ പറയണം നിങ്ങളിട്ട എഫേർട്ട് ഓരോന്നും അത് സ്ക്രീനിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. ഷെയ്ൻ സ്റ്റോറി ഇടുമ്പോൾ എല്ലാത്തിനും ഒരു ലവ് ചിഹ്നം ഇടുന്നു. അതെ, അല്ല അത് ഞങ്ങളുടെയും ഭാഗ്യമാണ്, എന്റെയും ഭാഗ്യമാണ്. അത് ഏതൊരു ആക്ടർക്കും ഒരു സ്റ്റാറിനും ഒരു 25th 15th പടം എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ ആണ്. സോ നമ്മളൊന്നും പ്ലാൻ ചെയ്ത് വരുന്നില്ല ഒരിക്കലും. 20ാമത്തെ പടം ചെയ്യുമ്പോൾ ഷെയ്ൻ്റെ അടുത്ത് പറഞ്ഞാൽ 25ാമത്തെ പടത്തിന് വരാമെന്ന് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 25ാമത്തെ പടം ഒന്ന് ഉണ്ണി പറഞ്ഞിട്ട് ഞാൻ അറിയാം. ഞാനിരുന്ന് ഇങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അനൗൺസ് ചെയ്യണം പടം, പേര് വന്നിട്ടില്ല. അപ്പോൾ നമ്മളത് നമ്പർ വെച്ചിട്ട് അനൗൺസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഷെയ്ൻ എന്നിട്ട് ഇങ്ങനെ നമ്പർ നോക്കുന്ന സമയത്ത് കറക്റ്റ് ഒന്ന് നോക്കുമ്പോൾ 25th ഞാൻ ഷെയ്ൻ്റെ അടുത്ത് വരുമ്പോൾ ഷെയ്ൻ ശരിയാണല്ലോ. 24th ഹാലാണ്. ഹാല് പക്ഷെ ഏപ്രിൽ റിലീസ് ആവുന്നുണ്ട്. മനസ്സിലായി. ഈ 3 പേര് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ജെക്സൺ ഭയങ്കര ചില്ലാണ് അല്ലേ ആള്? നിങ്ങള് ഷൂട്ട് ചെയ്യാനൊക്കെ സമ്മതിച്ചോ? ഇങ്ങനെ ചില്ല് ചെയ്ത് ചില്ല് ചെയ്ത് ഇങ്ങനെ പാറി പറന്ന് കിടക്കാണ്. ജെക്സനോട് ഞാൻ ചോദിക്കട്ടെ, പാറി പറന്ന് കിടക്കല്ലായിരുന്നോ? എന്ത് പറ്റി? അല്ല ജെക്സൺ ആള് സ്റ്റാറാണ്. നിങ്ങൾ അറിഞ്ഞോ റിവ്യൂസിന്റെ ഒക്കെ താഴെ നിങ്ങൾ ജെക്സനെ പോയി നേരിട്ട് കാണാൻ എന്ത് മനുഷ്യനാണ്, അറിയാൻ പറ്റില്ല പറഞ്ഞു കേൾപ്പിച്ചായിരിക്കും അല്ലെ? എനിക്ക് ചില കമന്റ്സ് വായിച്ചപ്പോ അങ്ങനെ തോന്നി. അപ്പൊ അത് അവന്റെ കഴിവ് കൊണ്ട് തന്നെ അവൻ ഓഫ് കോഴ്സ് പറയാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് മൂവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ചെയ്ത ഒരു എഴഞ്ഞു കയറുന്ന ആ ഒരു സ്വഭാവമൊക്കെ അല്ലേ? എന്റെ ക്യാരക്ടർ അങ്ങനെ കറക്റ്റ് ചെയ്ത് ബൾട്ടി അടിച്ച് അതെ അങ്ങനെ എന്താണേലും അത് തന്നെ അത് നന്നായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചെയ്യട്ടെ, നാഷണൽ നമ്മള് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് ചുമ്മാ നല്ലതാണ്. യൂണിവേഴ്സിറ്റിയിൽ നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട് അത് സലീം കുമാർ 10ാം ക്ലാസ് തോക്കുന്നു വിചാരിച്ചപ്പോ 2ാം ക്ലാസ്സിൽ പഠിപ്പെടുത്തി. ഇന്ത്യയിൽ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതിന് നടക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നടക്കട്ടെ. അപ്പൊ അവന് സിനിമ കിട്ടണ്ടേ? സിനിമയിലും ഞാനൊന്ന് പറയട്ടെ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഈ കബഡി പ്രൊഫഷണലി ചെയ്യുന്ന ആളാണ്. ഫസ്റ്റ് ടൈമാണ് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നത്, പിന്നിലല്ല മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും ടഫായിട്ട് തോന്നി? ഇത്ര ആക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന് ചെയ്യുന്നതാണ്, അത് പ്രൊഫഷണലി കബഡി കളിക്കുന്നതാണ്, ഏതാണ് ശരിക്കും ടഫായിട്ട് തോന്നിയത്? രണ്ടും ടഫായിട്ട് തോന്നുന്നില്ല, സിമ്പിൾ ആയിരുന്നു. സംഭവം എനിക്ക് പണ്ട് തൊട്ടേ സിനിമാ നടനാവണമെന്ന് എന്റെ ആഗ്രഹം പണ്ട് തൊട്ടേ. പിന്നെ പഠിക്കാൻ അത്ര വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിലും പിന്നെ കബഡി കളി അങ്ങനെ ഒരു, ഇപ്പൊ നമ്മള് 4 മണിക്ക് ഫുട്ബോൾ കളിക്കാൻ പോയില്ല ചില സ്ഥലത്ത്. ഇപ്പൊ നമ്മളവിടെ കബഡിയാണ് സ്കൂളിലും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു സംഭവം കളി പഠിച്ചു. പിന്നെ അല്ലാതെ തന്നെ ആക്ട് ചെയ്യാൻ ഞാൻ ഈ റീൽസ് പരിപാടിയൊക്കെ നൈസായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആക്ട് ചെയ്യണമെന്ന് തന്നെ. അപ്പം ഞാൻ ഇങ്ങനെ ഓഡീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് നൈസായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഓഡീഷൻ്റെ ഇത് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിന് കണ്ടിട്ട് അപ്പോൾ അയച്ചു കൊടുത്തു. അല്ലാതെ തന്നെ എല്ലാ ഇതിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അയച്ചു കൊടുത്ത് കിട്ടി, സന്തോഷമായി. പക്ഷെ എന്നാലും നിങ്ങളുടെ ഒരു ഗ്യാങ്ങിന്റെ ആ ഒരു വൈബ് ആക്ച്വലി നമ്മൾക്ക് കാണുമ്പോൾ ഇങ്ങനെ നിങ്ങളൊരു സെറ്റ് ഇട്ട് നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് ഫീൽ ചെയ്യില്ല. ലൈക്ക് നമുക്കത് മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ നിങ്ങൾ സെറ്റായി ജെല്ലായെന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു ഗ്യാങ്? ഇപ്പൊ പ്രദീപിലേക്ക് വരാനും പ്രദീപ് ഇതിൽ ഇല്ലെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രദീപ് ക്യാരക്ടർ അക്ഷയ് കുറെ നേരമായിട്ട് തലയിട്ട് ആട്ടുന്നുണ്ട്. കുറച്ചായിട്ട് വന്നിരുന്നിട്ട് എങ്ങ് പറയാം ഇവന് ഇവിടെ തെല്ല ഇങ്ങനെ പക്ഷെ നല്ല യങ് 18ാം പടിയിലൊക്കെ നല്ല യങ് ആൻഡ് അടിപൊളിയായിട്ടുള്ള അല്ലേ? അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയി എടുത്തതാണോ? അതെ, 18ാം പടി എനിക്ക് ഇഷ്ടമാണ്. 18ാം പടി ഫൈറ്റ്, അതിലൊരു ബസ് ഫൈറ്റ് ഉണ്ടാവും. ഞാൻ ഈ ഫൈറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ ബസ് ഫൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതിൽ അക്ഷയ് ചെയ്തിരിക്കുന്ന വിധമായാലും അത് ഷോൾഡർ ചെയ്തിരിക്കുന്നതെല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇതിൽ ഫൈറ്റ് കൊടുത്തില്ല.
അല്ല ഇല്ല. ഇതൊരു ബ്രില്യന്റ് മൂവ് ആയിരുന്നു. ഓൾറെഡി നീ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. റിലീസ് ആണ്. ഇനി വേറെ പരിപാടി കൊടുക്കാമെന്ന് ഞാൻ. അപ്പൊ അന്ന് നോട്ടീസ് ചെയ്തു അക്ഷയനെ. സോ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവർ പറഞ്ഞ പോലെയാണ്, അതായത് ഇവരെല്ലാരും ക്യാരക്ടറിലോട്ട് പോയി, അക്ഷയ് ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ്. ഷോ ബോയ് ആയിരുന്നു. ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒന്നും വേണ്ടിയിരുന്നില്ല. ഇല്ല, പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു മൾട്ടി മൂവി കഴിഞ്ഞിട്ട് ഇപ്പൊ സക്സസ് ആയിട്ടിരിക്കുന്നു? വാട്ട് യു തിങ്ക്? അഭിമാനം തോന്നുന്നു എല്ലാവരുടെയും കാര്യത്തിൽ. ഷെയ്ൻ്റെ ആയാലും ഉണ്ണിയുടെ ആദ്യത്തെ സിനിമ, പിന്നെ നമ്മുടെ ശിവയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. പിന്നെ ജക്സന്റെ നല്ല സുഹൃത്തും വഴികാട്ടിയുമാണ്. വഴികാട്ടിയെന്നൊക്കെ പറഞ്ഞു വരുന്നത് കൊറേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും പറയട്ടെ. സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റെക്കഗ്നീഷൻ കിട്ടി തുടങ്ങുന്ന ഒരു ഫീൽ. അതായത് സിനിമയിൽ ചെയ്ത പരിപാടികളൊക്കെ അതായത് നിങ്ങളുടെ ക്യാരക്ടർ നന്നായി എന്ന് പലരും പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് അതെ. പിന്നെ നമ്മൾ അഭിനയിച്ച ക്യാരക്ടറുടെ പേരെടുത്ത് വിളിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യല്ലേ? അതെ. ഇത്ര നാളെ അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത്. പ്രദീപ് ആവട്ടെ. എനിക്ക് കുറച്ച് നാളെ എല്ലാവരും പ്രദീപ് എന്ന് വിളിക്കട്ടെ അല്ലേ? അതുപോലെ ജിംഖാന കുറെ ഫാൻസ് ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ജിംഖാന ഫാൻസ് കഴിഞ്ഞ് ഇവിടേക്ക് വന്നിരിക്കുകയാണ് രമേശ് ആയിട്ട്. അതും ഈ ഒരു ഗ്യാങ്ങില് നല്ല ലൈക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തില്ലെങ്കിൽ ചില എലമെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇവർ എത്രത്തോളം ബോണ്ടഡ് ആണെന്നുള്ളത്. സോ എന്ത് തോന്നുന്നു? അത് ഭയങ്കര സന്തോഷം. കാരണം ഇത് സ്പെഷ്യൽ ആണ് ഒരു കാര്യത്തിനും കൂടി. കാരണം ഞാനും ഇവനും എൻ്റെ വീട് പാലക്കാടാണ്, ഉണ്ണിയുടെ വീടും പാലക്കാടാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഉണ്ണിയുടെ ഷോർട്ട് ഫിലിമില് ഞാനാണ് നായകൻ. ഞങ്ങൾ ഒരുമിച്ചാണ് എറണാകുളത്തേക്ക് വന്നത്. ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം പോണേക്കര റൂം എടുത്ത് ഞങ്ങളുടെ തന്നെ വേറെ റൂംമേറ്റ് ഇതിനകത്ത് മെൽബിൻ, അവൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ശബരി ഇതിനകത്ത് കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും അപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് നമ്മൾ ഒരുമിച്ച് സിനിമ സ്വപ്നം കാണാൻ തുടങ്ങി എറണാകുളത്തേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്ത് നിന്നിട്ടാണ് ഇത്ര കാലം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അവരുടെ സിനിമ ഇറ്റടിച്ചു, അത്ര അതായത് നമ്മൾ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സ്ട്രഗിളിനേക്കാളും ഇങ്ങനെ ഒരു സ്വപ്നത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ, അത് എപ്പോഴാണ് നമ്മുടെ സാധനം ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിക്കും. ചില സമയത്ത് ഒന്നും നടക്കുന്നില്ല, എന്ത് ചെയ്യുന്നറിയില്ല. അപ്പൊ ആ സമയത്തൊക്കെ എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പൊ അതിങ്ങനെ സംഭവിച്ചു. ഞങ്ങള് പടം ഇറങ്ങുന്നതിന് 2-3 ദിവസം മുന്നേ ഇരുന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഒരു പടം ഇത്രയും വലിയൊരു സ്കെയിലിൽ ഇറങ്ങുന്നു. അത് ഇപ്പൊ അതിലും വലിയ സന്തോഷം, ഇത്രയും വലിയ റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത് ഭയങ്കര സ്പെഷ്യലാണ്. അത് സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പരിചയപ്പെട്ട സമയം മുതലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമയാണ് സ്വപ്നം. അപ്പോൾ ഞങ്ങളുടെ റൂമിലുള്ള കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ. ഇപ്പൊ ശരത്ത്, അഷ്കർ, അശ്വിൻ, അവരെല്ലാവരും ഇതുപോലെ സിനിമ സ്വപ്നം കണ്ട് നമ്മുടെ കൂടെ തന്നെ. അപ്പോൾ ഇനിയും ഈ അഷ്കർ ഇതിനകത്തൊരു ക്യാരക്ടർ, വിനോദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്കും പേഴ്സണലി, അതായത് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരിൽ ഒരാള്, ഇപ്പൊ ഞാൻ പണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഷിവു ഉണ്ട്, അതിനുശേഷം DSLR ആകുമ്പോഴും ഷിവു ഉണ്ട്. ദെൻ അതേ ഷിവുവിന്റെ കൂടെ വൺ ഓഫ് ദ ഹീറോ ആയിട്ട് ഷിവുവിനെ പ്രസന്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഹൈലി ടെക്നിക്കലി നമ്മൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽ ഞങ്ങളെല്ലാം വെച്ചിട്ടൊരു വലിയ ടീമിന്റെ കൂടെ വീണ്ടും അവനെ ഫ്രെയിം ചെയ്യുന്നു. പേഴ്സണലി നമ്മൾ ഇതിനകത്ത് പുത്തൂരിൽ ഓട്ടോ പിടിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടില്ല. കുറെ സ്ഥലത്ത് ക്യാമറ വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ചെക്കന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, ക്യാമറയും പിടിച്ചോണ്ട് ഇവർക്കൂടെ നടക്കില്ല. അവിടെ പോയി അതിനുവേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒലക്കം പിടിച്ചോണ്ട് നടക്കണം സംഭവം മാത്രം കിട്ടി എന്നുള്ളൊരു മുഴുനീളം ഫൈറ്റ് കിട്ടിയതിന്റെ ഒരു അതെ. പക്ഷെ ഈ മൂവിയിലെ സെറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ എടുത്ത് പറയണം കേട്ടോ. ഓരോരുത്തരോരായിട്ട് പറയണം നമ്മൾ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ തുടരും മൂവിയിൽ ജോർജ് സാറിനെ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് സെൽവരാഘവൻ എന്ന് പറഞ്ഞ ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന വില്ലനെ ഞാൻ കാണുന്നത് സെൽവരാഘവൻ സാറിനെയാണ്. എത്ര അമേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാനിപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം നമുക്കങ്ങ് അതല്ലേ ഒരു ആക്ടറിന്റെ സത്യം പറഞ്ഞ ഒരു വലിയ കാര്യം. ഇപ്പൊ ആളുടെയൊക്കെ കാര്യം നമ്മൾ എടുത്തു പറയണം അല്ലേ. സെൽവരാഘവൻ സാർ മാത്രമല്ല, അൽഫോൺസ് പുത്രൻ, ജീമയായിട്ട് ചേർന്ന പൂർണിമ ചേച്ചി, ലൈക്ക് എല്ലാവരും. ഈവൻ ഈ മൂവിയുടെ വേറൊരു പ്രത്യേകത, നമ്മൾ എല്ലാ ലൈക്ക് എപ്പോഴും കാണിക്കുന്ന ഒരു ഫേസ് അല്ലെങ്കിലും അവരുടെ ഫേസിന് എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട്. ലൈക്ക് അവർ ഫുൾ ഇല്ലെങ്കിലും അവർ ചെറിയ ഇപ്പൊ പ്രീതിയുടെ ക്യാരക്ടർ ലൈക്ക് അവരുടെ ഫുൾ ഓളെല്ലാം ഇല്ലെങ്കിലും അവരുടെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ.
ഒരു കഥാപാത്രം ഇല്ലാണ്ട് സിനിമ മുന്നോട്ട് പോയില്ല. അങ്ങനെയാണ് ഈ സിനിമ എഴുതിയേക്കുന്നത്. ഇതിന്റെ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഓരോ കഥാപാത്രവും അതിൻ്റെതായ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സീനും നല്ല ഇമ്പാക്ട് കൂടി. പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ അൽഫോൺസേറിന്റെ ഭയങ്കര ആരാധകനായിരുന്നു. പുള്ളിയുടെ ഷോർട്ട് ഫിലിംസ്, നേരം, അത് കഴിഞ്ഞ് പ്രേമം ഇറങ്ങിയപ്പോ മറ്റേ ആരാധന തലക്ക് പിടിച്ചേക്കാം. ഞാൻ +2 പഠിക്കുന്ന സമയം. അപ്പൊ നമ്മുടെ ലൂക്ക് സിനിമ ലിറ്റിൽ ഹാർട്സിന്റെ ക്യാമറമാനാണ്. ഞാൻ ലൂക്ക് സ്കൂള് മുതൽ UKG കൊണ്ടുവന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തോറ്റായിരുന്നു. അതിലോട്ട് വരാൻ നോക്കിയല്ലേ. ഇത് +2 പറഞ്ഞു. +2 കഥ പറ. അപ്പൊ ഞാനും ലൂക്കും +2 പഠിക്കുന്ന സമയത്ത് അൽഫോൺസേന്റെ കല്യാണം എങ്ങനെയെങ്കിലും കാണണം, പരിചയപ്പെടണം, ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പറ്റണില്ല. അപ്പൊ കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പോയി. നമ്മള് വിളിച്ചിട്ടില്ല നമ്മളെ. നേരെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു. പെണ്ണിന്റെ വീട്ടുകാരാണോ അഭിനയിച്ചാ നീ അപ്പൊ? ഇല്ലല്ലോ. അത് ആൾക്കറിയോ? എന്നിട്ട് അല്ല, അതിനുശേഷം ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അൽഫോൺസേറിന്റെ ടീമിലെ മെയിൻ കബഡി പ്ലെയർ ആയിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നു. എനിക്ക് വയ്യ. അല്ല, അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് എന്റെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിന് അവസരം ഒരുക്കിയ ഉണ്ണിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഷെയ്ൻ ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ സോറി ചേട്ടാ. 10ാം ക്ലാസ് പഠിക്കുമ്പോ ഷെയ്ൻ ചേട്ടന്റെ പടം കണ്ടോണ്ട് ഇപ്പൊ പറയാം. അൽഫോൺസേട്ടന്റെ കല്യാണം എന്നല്ലോ. ഓക്കെ, 12ാം ക്ലാസ് എന്നൊക്കെ എടുത്തു പറയുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലേ? +2 വരെ എത്തിയിട്ടുണ്ട്. അടുത്ത കഥക്ക് എന്താണ് ഇത്? അവിടുന്ന് തുടങ്ങിയതാ. കഴിഞ്ഞ ദിവസം മറ്റേ സ്റ്റേജിൽ കയറിയിട്ട് പറയില്ലേ ശാന്തനുമായിട്ട് 8ാം ക്ലാസ് ഒരു സ്റ്റേജിൽ 8ാം ക്ലാസ് ആയിരുന്നടാ. നീ കറക്റ്റ് പ്രായം പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും 18ാം പടി കിട്ടുമ്പോ ഞാനെന്തോ 10ലോ +1 ഓക്കെ. സോ നമ്മൾ ഈ മൂവിയിലേക്ക് വരുമ്പോൾ കുറെ ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നല്ലോ. അതിൽ ഏറ്റവും കഷ്ടപ്പെട്ടിട്ട് ലൈക് ലോഡ്ജിലെ ഫൈറ്റ് സീൻ, റെസ്റ്റോറന്റിലെ ഫൈറ്റ് സീൻ ഒക്കെ ഇട്ടില്ല. ഏറ്റവും കഷ്ടപ്പെട്ടത് ഏത് ഫൈറ്റ് സീനിലാണ് ചേട്ടാ? ഇല്ല, അങ്ങനെ തരംതിരിവില്ല. അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് സീൻ എല്ലാം ഓൾറെഡി റൈറ്റിംഗ് തന്നെ പ്ലാനാണ്. ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ ഒരു ഹൈ വരണം. ഇപ്പൊ ഇന്റർവെൽ ഫൈറ്റ് സീക്വൻസ് 1ാമത്തെ സീനോട്ടിന് അറിയാം ഇന്റർവെല്ലിൽ ഇങ്ങനെ ഒരു ഫൈറ്റിലാണ് നിർത്തുന്നതെന്ന്. ക്ലൈമാക്സും അങ്ങനെയാണ് നിർത്തുന്നതെന്ന് അറിയാം. then ഇപ്പോൾ ഈ ഫൈറ്റ് സീക്വൻസിനൊക്കെ പ്രിപ്പയർ ആയത് വേറെ രീതിക്കായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് ഇവർക്ക് ആരും എന്താ പറയുക, അത് കൊല്ലാനുള്ള ഫൈറ്റാണ്. കാരണം അവിടെ ജീവിക്കണം, ജീവന് വേണ്ടിയുള്ള ഫൈറ്റാണ് അത്. പക്ഷെ ഇന്റർവെല്ലിലോട്ട് വരുന്ന സമയത്ത് അത് ഇവർക്ക് അവിടെ അവരാരാന്ന് അടയാളപ്പെടുത്താനുള്ള ഫൈറ്റാണ്. അതായത് എന്താണ് ഇവരുന്നുള്ളത് അടയാളപ്പെടുത്താനുള്ള ഒരു ഫൈറ്റാണ്. ആദ്യത്തെ ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്ഥിരം ചൊറിയുന്ന പിള്ളേരുടെ അടുത്ത് തിരിച്ച് ചൊറിഞ്ഞ് ഞങ്ങൾ കയറി ചൊറിയുന്ന രീതിക്കുള്ള ഫൈറ്റാണ്. അപ്പോൾ ഓരോ ഫൈറ്റിനും ഓരോ രീതിക്കുള്ള സ്ക്രിപ്റ്റ് രീതി ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എഫേർട്ട് അതിനുണ്ട്. അതിന് ഫസ്റ്റ് ഹോട്ടൽ ഫൈറ്റ് വരുമ്പോൾ ഞങ്ങളത് വേറെ രീതിക്കാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോയിലർ ഓർത്തുകൊണ്ട് പറയുന്നില്ല. സോ ഒരു പാട്ടിലൂടെ റെട്രോ പാട്ടിലൂടെയൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്ലോ മോഷൻ അത് വേറെ രീതിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഇവർക്ക് വേറെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചധികം എഫേർട്ട് ചെയ്ത് ക്ലൈമാക്സ് ഇതിന് തന്നെ ആയിരിക്കും. കാരണം അത് കുറച്ചുകൂടെ ഒരുപാട് ടൈം എടുത്ത് ചെയ്ത, അല്ലെങ്കിൽ ത്രോ ഔട്ട് സിംഗിൾ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വർക്കുകളെല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്ത് ക്ലൈമാക്സ് ഫൈറ്റ് ആയിരിക്കും. അത് ഇവരെല്ലാവരും ആ പറയുന്ന പ്രീയിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് വന്നത്. ഇപ്പൊ ഷെയ്ന്റെ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഞാൻ ഷെയ്ന്റെ ഫാനാണ്. അത് വേറെ ഷെയ്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അതിലുപരി അത് ഷെയ്ൻ അതിൽ സ്കില്ലാണ്, ഒരു സംശയം നമുക്കില്ല. ശിവ എന്റെ ഫ്രണ്ടാണ്, പക്ഷെ ശിവ എന്നെ പോലും അത്ഭുതപ്പെടുത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എടാ ഇത് ചെയ്യുന്ന പറഞ്ഞ് ക്യാമറ മുന്നിൽ നിർത്താൻ മാത്രം അല്ല, നമുക്ക് എടാ ഇത് ഇങ്ങനെയാണ് പരിപാടി ചെയ്യുന്ന പറഞ്ഞ് നിർത്താൻ മാത്രമേ നമുക്ക് പറ്റൂ. അത് ചെയ്ത് അത് അതിനെക്കാട്ടിലും സൈസുള്ള ആൾക്കാരെ അടിച്ച് അത് വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ബുദ്ധിമുട്ടാണ്. അത് അപ്പൊ അതിന്റെ ഉള്ളില്, കാരണം നമ്മുടെ സുഹൃത്തിനെ എപ്പോഴും കാണുന്നത് വേറെ വേറെ കുറെ സീനുകളിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ജിംഖാന ഞാൻ അങ്ങനെ അവനെ കണ്ടിട്ടില്ല. ദെൻ ഒരു ആക്ഷൻ ഇതില് ഞാൻ വിചാരിച്ചില്ല ഒരു ഔട്ട്പുട്ട് തരാന്നുള്ളത് ഒരുപാട്. ദെൻ അഗൈൻ ജക്സണിലോട്ട് വരുമ്പോൾ ജക്സൺ എനിക്ക് തോന്നുന്നു ഞാൻ ദീപാവലി ദിവസം വിളിച്ചിട്ടാണ് ജക്സനോട് പറയുന്നത്, ജക്സ നീയാണ് ചെയ്യാൻ പോകുന്നത് കൺഫേം എന്ന്.
ജക്സൺ വിശ്വസിച്ചില്ല, ജക്സൺ ഫോൺ കട്ടി ഏപ്രിൽ 1-നാണ്. ഒന്നിനാണെങ്കിലും ഞാൻ വിശ്വസിക്കില്ല. ഏപ്രിൽ 1-ന് വിളിച്ചിട്ട് പടത്തിലാണ്. അതല്ല വിളിച്ചിട്ടെടാ നീ പടത്തിലുണ്ട്. ശരി, പടത്തിൽ നമ്മളല്ലാതെ പടമൊക്കെ ചെയ്യുന്നുണ്ട്. നീയാണ് 4 പേര് ഒരാള്. എന്നിട്ട് ജക്സൺ ആയാലും ആ ഫൈറ്റ് ഇതിൽ തന്ന എഫേർട്ട് ഭയങ്കരമാണ്. കാരണം അവർക്ക് റിസ്ക് ഉള്ള ഫാക്ടറാണ്. ഡയലോഗ് പറയുന്ന പോലല്ല. കാരണം ആദ്യത്തെ ഷോട്ടിൽ തന്നെ അത് കൺവിൻസ് ആവുന്നില്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആർക്കും അത് വർക്കാവില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഫൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഒരു സീൻ എന്ന് പറയുമ്പോൾ ഒരാൾ അപ്പുറത്ത് സംസാരിക്കുന്നു, ഇപ്പുറത്ത് സംസാരിക്കുന്നു. ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളൊരു മാസ്റ്റർ ഒരു ഷോട്ട് വയ്ക്കുകയാണെങ്കിൽ 10 പേര് ചുറ്റും വളയുന്നു, സെൻറ്ററിൽ നിൽക്കുന്നു. ഇവനെ കൊണ്ട് ആ 10 പേരെ മിരിക്കാൻ പറ്റുന്ന തോന്നിപ്പിക്കാനുള്ള ആദ്യത്തെ 1-2 മൂവ് ഉണ്ട്. അത് വർക്കാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ ഇവര് ഭയങ്കരമായിട്ട് ചെയ്ത്. ഷാന്തുനാണ് ഷെയ്നും ഞാൻ പ്രത്യേകിച്ച് എവിടെയും പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇവര് രണ്ടുപേരും എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇവരെ ഞാൻ കാണുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവര് എന്റെ ഉള്ളിൽ സ്റ്റാർസാണ്. എന്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ് പറഞ്ഞാൽ പോലും ഷെയ്നെ ഞാൻ ഈ കുമ്പളങ്ങി, ഈ പറഞ്ഞ ഇഷ്ക്, ഈ പറഞ്ഞ ആർഡിക്സ് ഒക്കെ കണ്ടിട്ട് ഷെയ്നെ ഞാൻ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഷാന്തുനാണ്. അപ്പൊ ഷാന്തുനാണ് ഇതിലോട്ട് വരുന്നു. ഷാന്തുനാന്റെ എക്സ്പീരിയൻസ് ഫൈറ്റിൽ എങ്ങനെയാണ് അത് വർക്കായിരിക്കുന്നത്, അതിനെടുക്കുന്ന എഫേർട്ട്. ഇപ്പോൾ ഇവരുടെ ഏജും ഷാന്തുനാന്റെ ഏജിലും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഇവരെ പോലെ തന്നെ ആ ഒരു ബോണ്ടിങ് കൊണ്ടുവന്ന് ഡെഡിക്കേഷൻ ഇടുന്നതും അത്രയും ഭയങ്കര. ഡാൻസ് കളിക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷനിലൊക്കെ പോകുമ്പോ ഇവര്, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഇവരും ഷാന്തുനാണ് ഒടുക്കത്തെ ഡാൻസ് സമ്മതിക്കാത്ത. അക്ഷയൊക്കെ പ്രാക്ടീസ് ചെയ്താണ് കേട്ടോ ഡാൻസ്. അക്ഷയ് തയ്യാറായി നിൽക്കും ജാലക്കാരി, പക്ഷെ വിളിച്ചാലൊന്ന് പോവാൻ ഒരുപാട് പോയി, പക്ഷെ ഇറക്കി വിട്ടു. അത്ര നല്ല ഡാൻസ് ആയിരുന്നു. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കളിപ്പിക്കാം. ഓക്കെ, ഒരു 2 സെറ്റ് അല്ലേ? ജക്സനും ജക്സൺ അക്ഷയം കളിക്കും. അത് മതി. അല്ല വേണ്ട, എല്ലാവരും 2 മിനിറ്റ് എന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ട് പോയാ ഓക്കെ അല്ലേ? ജാലക്കാരി, ആക്ച്വലി ജാലക്കാരിയുടെ ഡാൻസ് ഞങ്ങള് കാണാപ്പാടം പിടിച്ചു. ഷെയ്ൻ ഡാൻസ് കളിക്കുന്ന കണ്ട് അത് ആക്ച്വലി പഠിക്കാതെ എങ്ങനെ അല്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്തപ്പോ തെറ്റിപ്പോയി. പക്ഷെ എന്നാലും പക്ഷെ ഷെയ്ൻ്റെ അടുത്ത് ഷെയ്ൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ് ആൻഡ് ക്ലാസ് ആയിരിക്കണം ഈ ഒരു പടം എന്നുള്ളത്. അപ്പൊ ഇത് കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഷെയ്ന് ശരിക്കും എന്താ തോന്നിയത്? ഉണ്ണിച്ചേട്ടനോട് എന്ത് പറയാനാ തോന്നിയത്? ഐ ലവ് യു. ഉണ്ണിച്ചേട്ടനല്ല, എനിക്ക് ഉണ്ണിയാണ്. കാരണം ഞങ്ങൾ സമപ്രായക്കാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഏജ് ഉള്ള ഒരു സംവിധായകന്റെ കൂടെ അഭിനയിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് സമപ്രായക്കാരാ. ആരെങ്കിലും ചോദിച്ചോ? ഇവൻ ആദ്യമായിട്ട് നിന്റെ പടം കാണുമ്പോ 5ാം ക്ലാസ് ആ വിഷയം മാറ്റാം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാലേ ഒരൊറ്റ കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഭാഗ്യവാനായ ഒരു ഫസ്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഉണ്ണിയാണ്. അത് ഭാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പറയണതല്ല, ആ ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ സ്ട്രഗിൾ ആണ് ദൈവം കൊടുത്തത്. അതായത് ഉണ്ണിയുടെ പിൽക്കാലത്തുള്ള ഈ ഒരു സിനിമ എടുക്കാനോ അല്ലെങ്കിൽ അതിന് മുമ്പ് പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടെന്ന് പറയുന്നു, പല സ്ഥലത്ത് അസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം നടക്കാതെ പോവുക, അല്ലെങ്കിൽ ചില സ്ഥലത്ത് കിട്ടിയ ഇതെല്ലാം, അതായത് ഒരു അനുഭവ സമ്പത്തുണ്ട് ഉണ്ണിക്ക്. അതായത് ഈ പ്രായം കൊണ്ട് പല ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനുള്ള കഷ്ടപ്പാടും മെനക്കേടുകളും ഒക്കെ ഞാൻ പല സ്ഥലത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഉണ്ണി എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതെ, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉണ്ണിയുടെ നറേഷനിൽ തന്നെ സാധനം സെറ്റാണ്. കാര്യം ഉണ്ണിക്ക് ആ പരിപാടി ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടി. പിന്നെ ഓഫ് കോഴ്സ് ഇത്ര നല്ലൊരു ക്രൂവിനെ സെറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷൻ കൊടുത്തു. അങ്ങനെ ഇന്ന് നമ്മൾ അതിന്റെ റിസൾട്ട് എൻജോയ് ചെയ്യാണ്. ഉണ്ണീനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഉണ്ണി കഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ഫീൽ ചെയ്യാറില്ല. ഭയങ്കര ആസ്വദിച്ച് ചെയ്യുള്ളൂ. ഡയറക്ടർ ആണോ ശിവ? ഉണ്ണിയുടെ ഉള്ളിലാണ് എല്ലാം ടെൻഷൻ ആണെങ്കിലും ഒറ്റ തവണയോടെല്ലാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇല്ല ഇനി ഇതിനകത്തൊരു കാര്യമാണ്, എനിക്ക് അതായത് പല രംഗങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ണി വന്നിട്ട് പല സജഷൻസും, അതായത് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള സജഷൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പൊതുവെ എനിക്കുള്ള ഒരു അനുഭവത്തിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സ് പറയണത് വളരെ കുറവാണ്. ഇതേപോലെ എന്നല്ല, അതായത് അത് ഒരു നിയർലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ അടുത്ത് എനിക്ക് പൊതുവെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇത് ഉണ്ണി ഫസ്റ്റ് ഡയറക്ടർ ഇത്രയധികം എന്നെ
പല രീതിയിൽ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. പല എക്സ്പ്രഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ചിലത് കൂട്ടാൻ, ചിലത് കുറയ്ക്കാൻ, എല്ലാം വളരെ നല്ല രീതിയിൽ എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു. പിന്നെ കോംപ്രമൈസ് ചെയ്യില്ല. കോംപ്രമൈസ് ചെയ്യില്ല. ഫസ്റ്റ് ഡയറക്ടേഴ്സ് പൊതുവെ പ്രഷർ വരുമ്പോ കുഴപ്പമില്ലാന്ന് ചെറുതായിട്ട്, പറയും. പക്ഷെ ഈ ഉണ്ണി എന്ന് പറഞ്ഞ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കഥാപാത്രം എടുക്കുന്നു, എനിക്കിത് പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ എനിക്കറിയില്ല അടുത്തടുത്ത സിനിമകളിൽ എങ്ങനെ സ്റ്റാർസ് എങ്ങനെയാണ്, ആക്ടർ എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ഞാനിതിൽ ഷെയ്നിലൂടെ ട്രാവൽ ചെയ്ത ഈ ഒരു ഇതിൽ ഇപ്പോൾ ഉദയൻ എന്നുള്ള ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അവൻ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, റിവഞ്ച് ചെയ്യുന്നുണ്ട്, ദെൻ എമോഷണൽ ഡെപ്തിലോട്ട് പോകുന്നുണ്ട്. സോ ഞാൻ ഒരു പടം മൊത്തം ഷൂട്ട് ചെയ്തിട്ട് എപ്പോഴും ആ ഡയറക്ടർ കാണുന്ന സമയത്ത് നമ്മുടെ പടം തന്നെയല്ലേ എന്ന് തോന്നും. പക്ഷേ എഡിറ്റേബിളിൽ ഷെയ്നിൻ്റെ പെർഫോമൻസ് വീണ്ടും 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 എന്നെ ഞെട്ടിപ്പിച്ച് ചെറുതല്ല. കാരണം ഞാൻ അടുത്ത പടവുമായിട്ട് ഷെയ്ൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരിക്കലും ഇതായിരിക്കില്ല, ടോട്ടലി വേറൊരു ക്യാരക്ടറായിട്ട് പോകും. കാരണം അത് എനിക്ക് ഞാൻ വെയിറ്റിംഗ് ആണ് ഉണ്ണിയുടെ അടുത്തൊരു എല്ലാവരും ഞാൻ എക്സൈറ്റഡ് ഷെയ്ൻ എങ്ങനെയാണ് അതിന്റെ മേലെ കൊണ്ടേ നിർത്തുന്നത്. കാരണം ഇപ്പൊ ഷെയ്ൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ൻ ഇപ്പൊ ആദ്യം ഒരു സംഭവം ചെയ്യുന്നു, then ഞാൻ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറയുന്നു, അത് മനസ്സിലാക്കിയിട്ട് ഷെയ്ൻ അടുത്ത് തരുന്നത് ഭയങ്കരമായിരിക്കും. സോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കാരണമുണ്ട്. ഉണ്ണി കറക്റ്റ് റീസൺ വെച്ചിട്ടാ പറയണത്, വെറുതെ ഒരു കാര്യം പറയണ, കറക്റ്റ് കാഴ്ചപ്പാടോടെ പറയണത്. അത് നമുക്ക് അപ്പൊ കറക്റ്റ് കിട്ടും, നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരില്ല. ചില ഡയറക്ടേഴ്സ് പറയും, പക്ഷെ അവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. ഉണ്ണിക്ക് കറക്റ്റ് ആ ഒരു പോയിന്റ് തന്നെ പറയണം, അതുകൊണ്ടാണ് നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ എനിക്ക് പറയാനൊരു മടിയില്ല എനിക്ക്. ഇതുപോലെ ഗ്രേറ്റ് ആക്ടർ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. കാരണം അടുത്ത ഇവരിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം 92 days സിംഗിൾ ഷെഡ്യൂൾ, അത് പ്രൊഡക്ഷന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിലുപരി ഇവരെ കൊണ്ട് മാത്രം സാധിച്ച കാര്യമാണ്. കാരണം നമ്മൾ എങ്ങനെ ഇത് പാഷനാണ്, നമ്മൾ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞു വന്നാലും ഇവർക്ക് എല്ലാവർക്കും പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടേതായിട്ടുള്ള വേറെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതിനെക്കാട്ടിലുപരി സിനിമയെ സ്നേഹിച്ച് പാഷനേറ്റ് വന്ന് നിന്ന് അഭിനയിച്ച് അത് പൂർത്തീകരിച്ച് പോകുന്നതിൽ ഈ ടീം എനിക്ക് തന്ന സപ്പോർട്ട്. ഇപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് നീ എങ്ങനെയാണ്, കുറേ പേര് ചോദിച്ചു. ഞാൻ തമിഴിലൊരു പ്രസ് മീറ്റിൽ സംസാരിക്കുമ്പോൾ 92 days സിംഗിൾ ഷെഡ്യൂൾ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ പണിയുക, അത് ഞാൻ ഒറ്റ പറഞ്ഞുള്ളൂ, ഞാനല്ല മൈ ടീം. കാരണം എനിക്ക് ഷെഡ്യൂൾ ചെയ്യാനേ പറ്റുള്ളൂ, അത് നടത്തണമെങ്കിൽ ഇവരുടെ എക്സിക്യൂഷൻ വേണം. ഇവർക്കാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനിയും നിങ്ങളുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം, സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം നിർത്താണ്. നിങ്ങളുടെ വൈബ് അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് പോട്ടെ. ഒരുപാട് വീക്സ്, ഇനി വരുന്ന വീക്സ് ഒക്കെ തിയേറ്റേഴ്സിലൊക്കെ ഹൗസ്ഫുൾ ആയിട്ട് തന്നെ പോട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ മൂവി ടു അസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.